ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 26-ാം തിരുലിഖിതം. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് അവർ കാണും എന്നരുളി ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ലോട്ടറി എടുക്കുന്നത് ദൈവവചന അനുസൃതമോ എന്നതിനെക്കുറിച്ചാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ വചനം സ്വർഗത്തിൻ്റെ ശക്തിയാണ്. അത് രോഗികളുടെ മേൽ വ്യാപരിക്കുമ്പോൾ അത് അത്ഭുത രോഗസൗഖ്യമായി മാറുന്നു. അത് വലിയ തരത്തിലുള്ള കണ്ണുനീരിലിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുമ്പോൾ അത്ഭുത വിടുതലായി മാറുന്നു. നിരാശ ഇരിക്കുന്നവരിൽ വ്യാപരിക്കുമ്പോൾ അത് വലിയ പ്രത്യാശയായി മാറുന്നു. കൊടും കാറ്റിലിരിക്കുന്നവർക്ക് ശക്തിദുർഗവും കൊടും വെയിലിരിക്കുന്നവർക്ക് തണലുമായി ദൈവത്തിൻ്റെ വചനം രൂപാന്തരപ്പെടുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ത്രേസ്യാമ അഗസ്റ്റിൻ. എൻ്റെ വയസ്സ് 77. എൻ്റെ 2 കൈകളുടെ വിരലുകളും വിറയ്ക്കുകയായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രായമായതുകൊണ്ട് ഇനി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല, കൈവിറയൽ മാറുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. നോക്കൂ, ഒരു അമ്മച്ചിയുടെ അവസ്ഥ. 77 വയസ്സ്, 2 കൈ എപ്പോഴും വിറച്ചു. ഒരു ഗ്ലാസ് പോലും എടുക്കാൻ പറ്റില്ല, ഒരു സംഗതി എടുക്കാൻ പറ്റില്ല. അത് എപ്പോഴാണ് നിലത്തേക്ക് വീഴുമെന്ന് അറിയാൻ പാടില്ല. അതുമാതിരി കൈകൾ വിറയ്ക്കുന്ന അവസ്ഥ. ഈ ത്രേസ്യാമ്മ ചേട്ടത്തി രേഖപ്പെടുത്തുകയാണ്, പ്രായമായതുകൊണ്ട് ഇനി കൈവിറയൽ മാറുകയില്ല എന്നാണ് മെഡിക്കൽ സയൻസ് വിധി എഴുതിയത്. എന്നാൽ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനങ്ങളെ ഞാൻ വിശ്വസിച്ച് അഭിഷേകാഗ്നി എന്ന് പറയുന്ന വചന ശുശ്രൂഷ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നു. തത്സമയം എൻ്റെ കൈവിറയൽ മാറി. പിന്നീട് ഇന്ന് വരെ എൻ്റെ കൈകൾ വിറച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യാം. എനിക്ക് എൻ്റെ കൈകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം ജില്ലയിൽ നിന്ന് ത്രേസ്യാമ്മ ചേട്ടത്തി, അതും ഈ 77-ാമത്തെ വയസ്സിൽ വചനം വഴിയുള്ള അത്ഭുതത്തെ അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതാണെന്ന് ത്രേസ്യാമ്മ ചേട്ടത്തിയുടെ സ്വന്തം വാക്കുകളിലൂടെ നാം ഇപ്പോൾ കേട്ടത്. ഈ നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും അഗ്നി അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. കൃപയുടെ അഗ്നി വ്യാപരിക്കട്ടെ. വിടുതലിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. ആരോഗ്യം വീണ്ടും ലഭിക്കട്ടെ. സന്തോഷം വീണ്ടും നിറയട്ടെ. സമാധാനം വീണ്ടും ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓരോ വിദ്യാർത്ഥിനികളെയും പിതാവേ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി തടസ്സങ്ങളാൽ വേദനിക്കുന്ന യുവതീവാക്കന്മാരെ അവിടുത്തെ കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോട്ടറി എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് ഇന്നും നിരവധി ദൈവമക്കൾക്ക് സംശയമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തി ഒരു കത്തെഴുതിയിരിക്കുകയാണ്. ആ വ്യക്തി ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ദൈവരാജ്യത്തിൻ്റെ വഴികളിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്.
സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വഴികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ലെറ്റർ അച്ഛൻ എഴുതിയിരിക്കുന്നത്. ആ ലെറ്റർ ഇങ്ങനെയാണ്: ഞായറാഴ്ച 8:30 PM അഭിഷേകാഗ്നി മിക്കവാറും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വളരെ പ്രാർത്ഥനാപൂർവം കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച 12/6/2011 തുടക്കം കാണുവാൻ സാധിച്ചില്ല. എങ്കിലും ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കുറേ വചനങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതും പാപമാണെന്ന്. ലോട്ടറി എടുക്കുന്നത് പാപമാണോ അച്ഛാ? കാരണം ഞാൻ മിക്കവാറും ആഴ്ചകളിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട്, എന്നാൽ അതിൽ ആശ്രയം വെക്കുന്നില്ല. എൻ്റെ ഈ സംശയം അച്ഛനൊന്ന് വ്യക്തമായി മനസ്സിലാക്കി തരണം. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പാപമാണോ അല്ലയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു എളിയ ദൈവ പൈതൽ, ഈ ദൈവ പൈതൽ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ മലാക്കി പ്രവചനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള തിരുലിഖിത പ്രകാരമാണ് ഈ എളിയ പൈതൽ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം എന്താ പഠിപ്പിക്കുന്നത്? പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി പുരോഹിതനെ സമീപിക്കണം. അപ്പോൾ ദൈവജനത്തിന് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയമുണ്ടായാൽ ദൈവം അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ കണ്ണുമടച്ച് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക. അച്ഛനോട് ചോദിക്കുക, അച്ഛാ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്കിന്ന സംശയമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അച്ഛനാണ് ദൈവം വചനപ്രകാരം സ്വർഗത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള ഉപദേശത്തെ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ജനം പ്രബോധനം തേടി പുരോഹിതനെ സമീപിക്കണം. പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സംശയം ഈ എളിയദാസൻ ചോദിച്ചപ്പോൾ ദൈവസന്നിധിയിൽ വളരെ സമയം ഈ ഒരു വിഷയത്തിന് വേണ്ടി ഇരിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഇടവന്നു. അപ്പോൾ ദൈവം വളരെ സ്പഷ്ടമായും വ്യക്തമായും വെളിപ്പെടുത്തി തന്ന ഒരു സംഗതിയുണ്ട്. ലോട്ടറി എടുക്കുന്നത് ദൈവവചനാനുസൃതമായ ഒരു നടപടിക്രമമല്ല. തെസ്സലോനിക്ക ലേഖനത്തിലെ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ഈ നിർദ്ദേശം നൽകുന്നത്. 2 തെസ്സലോനി 3-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതം: അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അധ്വാനിക്കാതെ പണമുണ്ടാക്കുന്ന വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കൾ പിന്തിരിയണം. അധ്വാനിക്കാത്ത സമ്പത്ത് അരുത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ അത് ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടി ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് തുടർന്ന് സംസാരിക്കുന്നുണ്ട്. അതാണ് 2 തെസ്സലോനി 3-ാം അധ്യായം 10-ാം തിരുലിഖിതം: ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അധ്വാനിക്കാത്ത സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വന്നാൽ എന്താണ് അതിൻ്റെ കുഴപ്പം? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം അതിനെക്കുറിച്ച് ഒരു വാണിംഗ് നൽകുന്നുണ്ട്. അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ഇതാ ഒരു പത്രവാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 2010 ഒക്ടോബർ 26 വ്യാഴാഴ്ച
ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വാർത്തയാണിത്. വാർത്ത ഇതാണ്: 625 കോടിയുടെ ലോട്ടറി അടിച്ചയാൾ കുടിച്ച് മരിച്ചു. വാർത്ത ഞാൻ വിശദമായി വായിക്കാം. ജീവിതം തൊലഞ്ഞു തീരാൻ കോടികളുടെ ലോട്ടറി അടിച്ചാലും മതിയെന്ന് കെയ്ത്ത് ഗോ എന്ന ബ്രിട്ടീഷുകാരൻ തെളിയിച്ചു. പണത്തിനും പ്രശസ്തിക്കും ആഡംബരത്തിനും നടുവിൽ വിരസമായി മാറിയ ജീവിതം അയാൾ കുടിച്ചു തീർത്തു. 5 വർഷം മുമ്പാണ് കെയ്ത്തിന് 90 ലക്ഷം പൗണ്ടിൻ്റെ ഏതാണ്ട് 625 കോടി രൂപയുടെ ലോട്ടറി അടിച്ചത്. ഇത്രയും പണമുള്ളപ്പോൾ പിന്നെ ജോലി എന്തിന് എന്ന് ചിന്തിച്ച് കെയ്ത്ത് ഉടൻ തന്നെ ജോലി രാജിവെച്ചു. ആഡംബര കാറുകളും പന്തയ കുതിരകളും പടുകൂറ്റൻ ബംഗ്ലാവുകളും എല്ലാം വിലയ്ക്ക് വാങ്ങി. ഒന്നും ചെയ്യാനില്ലാതെ ജീവിതം വിരസമാകാൻ തുടങ്ങിയപ്പോൾ മദ്യപാനം സ്ഥിരം പരിപാടിയായി. അതോടെ ഭാര്യ പിണങ്ങിപ്പോയി. സുഹൃത്തുക്കളെ അതിനു മുമ്പ് തന്നെ കെയ്ത്ത് ആട്ടി ഓടിച്ചിരുന്നു. ഗുണപരമായി ഒന്നും ചെയ്യാനില്ലാതെ പണം ചെലവ് ചെയ്ത് തനിക്ക് മടുത്തു എന്നും ലോട്ടറി കിട്ടിയതാണ് എൻ്റെ ജീവിതം തകരാൻ കാരണമെന്നും കെയ്ത്ത് നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ജീവിക്കാൻ കൊതിയുണ്ടെങ്കിൽ ലോട്ടറി വാങ്ങരുത് എന്നായിരുന്നു കെയ്ത്തിൻ്റെ ഉപദേശം. കുടിച്ച് 58-ാം വയസ്സിൽ കെയ്ത്ത് വീണു മരിച്ചു. 5 പൈസ പോലും കയ്യിലില്ലാതെയാണെന്നായിരുന്നു ആദ്യ വാർത്ത. എന്നാൽ പിന്നീട് അല്പ സ്വത്തുവകകൾ അദ്ദേഹത്തിനുണ്ടെന്ന് ഔഷധത്തിൽ നിന്ന് കണ്ടെത്താനിട വന്നു. ഈ പണം ആ കുടുംബത്തിന് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഇന്നും വ്യക്തമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യ കുടിച്ച് 65-ാം വയസ്സിൽ കുടിച്ച് വീണ് മരിച്ച് അദ്ദേഹം അവസാനമായി ലോകത്തോട് പറഞ്ഞത്, ആരും ലോട്ടറി വാങ്ങരുത്, ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലോട്ടറി വാങ്ങരുത് എന്നാണ് ഈ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തന്നെയല്ലേ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് വചനം മുന്നറിയിപ്പ് തന്നത്? അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ സ്വന്തം ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. വീണ്ടും തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹമായിരിക്കുകയില്ല. തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹമായിരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറുക്കു വഴികളിലൂടെയും സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കാതെയും പല വിധത്തിൽ അനായാസമായി അധ്വാനിക്കാതെ നേടിയ സമ്പത്ത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഉദരത്തിൽ സർപ്പവിഷമായി പരിണമിക്കും. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ശ്ലീഹ ഇതാ സകല ദൈവമക്കൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുലിഖിതങ്ങൾ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനമോഹത്തിൽ ഞാനും നിങ്ങളും വീണു പോകുന്നത് ഒരു തിന്മയാണ്, ഒരു പാപമാണ്. ഇന്ന് അനേകം വ്യക്തികൾ ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത് ദൈവവചന പ്രകാരമുള്ള ഒരു പ്രവൃത്തിയാണോ? അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയാണോ? അട്ടപ്പാടിയിൽ തന്നെ ഒരു മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ, എല്ലാ ആഴ്ചയിലും 1000കണക്കിന് രൂപയുടെ ലോട്ടറി അയാൾ എടുക്കും. ഒരാഴ്ച അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കടം വാങ്ങിപ്പോലും അദ്ദേഹം പോയി ലോട്ടറി എടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപിച്ച് മദ്യപാനം ഒരു അഡിക്ഷൻ ആകുന്നത് പോലെ, പുകവലി ഒരു തഴക്കദോഷമായി മാറുന്നത് പോലെ, ലോട്ടറി എടുക്കുന്നത് ഒരു അഡിക്ഷനായി മാറിയ നിരവധി ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ലോട്ടറി എടുക്കുന്നത് ദൈവവചന വിപരീതമായൊരു നടപ്പാണ്. അത് പാപമാണ്. അത് മദ്യപാനം പോലെ തഴക്കദോഷമായി മാറുന്നു. ചൂതാട്ടം, ചീട്ടുകളി, ലോട്ടറി എടുക്കല്, മദ്യം വിറ്റ് പൈസ ഉണ്ടാക്കുന്നത്, ബാറ് നടത്തി പൈസ ഉണ്ടാക്കുന്നത്, കൈക്കൂലി വാങ്ങി പൈസ ഉണ്ടാക്കുന്നത്, ബീഡിയും സിഗരറ്റും വിട്ട് പൈസ ഉണ്ടാക്കുന്നത്, ഇതൊന്നും കർത്താവായ ദൈവം അംഗീകരിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ വചനവും അംഗീകരിച്ചിട്ടില്ല. ദൈവവചന വിപരീതമായ ഒരു നടപ്പാണത്.
ഇത് ഒന്നും കൂടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി, ഒന്നും കൂടെ സ്ഥിരീകരിക്കാൻ വേണ്ടി കർത്താവ് ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ ഇടപെട്ടത്. ആ കുടുംബം തന്നെ കണ്ണൂർ കാസർഗോഡ് പ്രദേശത്ത് നിന്ന് നേരിട്ട് കുടുംബസഹിതം അട്ടപ്പാടിയിലെത്തി അവരുടെ അനുഭവങ്ങൾ അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച തടിച്ചുകൂടിയ 10,000 പങ്കുവച്ചിട്ടുണ്ട്. ആ അനുഭവം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജോസഫ്, എൻ്റെ ഭാര്യയുടെ പേര് സുനി. ഞങ്ങളുടെ താമസം കാസർഗോഡ് ജില്ലയിലാണ്. ഞങ്ങൾക്ക് ബിസിനസ്സാണ് ഞങ്ങളുടെ തൊഴിൽ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അനേക ചികിത്സാവിധികൾ ഞങ്ങൾ അവലംബിച്ചു. ആയുർവേദവും ഹോമിയോപ്പതി, ഇംഗ്ലീഷ്, നാട്ടുവൈദ്യങ്ങൾ, ഒരുപാട് ചികിത്സാവിധികൾ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഉറക്കി നടന്നു. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാലും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഫെബ്രുവരി മാസത്തിൽ അട്ടപ്പാടിയിലെത്തിയത്. അവിടെ അച്ഛൻ വളരെ കർക്കശമായി പ്രസംഗിച്ചു. അന്യായമായ പണം വിട്ടുപേക്ഷിക്കുക, കുടുംബം അനുഗ്രഹം പ്രാപിക്കും. അന്ന് തന്നെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ബീഡി, സിഗരറ്റ്, മറ്റ് ലഹരി വസ്തുക്കൾ ഇങ്ങനെയുള്ളവ വിൽപ്പന നടത്തുന്നത് പാപമാണെന്നും അത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ശാപത്തിൻ്റെ പണമാണ് കൊണ്ടുവരുന്നതെന്നും അത് വേണ്ട എന്നും ഞങ്ങൾ ഹൃദയം കൊണ്ട് തീരുമാനിച്ചു. മാത്രമല്ല, നേരായ വസ്തുക്കൾ മാത്രം, ദൈവവചനം അനുസരിച്ചുള്ള വസ്തുക്കൾ മാത്രം ഞങ്ങളുടെ കടയിലൂടെ വിപണനം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം, ദശാംശം, ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2008 ഡിസംബർ മാസത്തിൽ ഭാര്യ ഗർഭിണിയാവുകയും ചെയ്തു. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞ് 9 വർഷത്തോളമായി മക്കളില്ലാതിരുന്ന ഇവർ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട്, ചികിത്സകൾ ചെയ്തിട്ട് ഒരു ഫലവും കാണാതെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അട്ടപ്പാടിയിലെ ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അന്യായ മാർഗങ്ങളെ വിട്ടുപേക്ഷിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവരത് സ്വീകരിച്ചു. അവരുടെ ജീവിതത്തെ വിലയിരുത്തി. അവർ ഇങ്ങനെ അധ്വാനിക്കാത്ത സമ്പത്ത്, ബീഡി, സിസറ്, ഹാൻസ്, പാൻപരാഗ്, ലഹരി വസ്തുക്കൾ, കഞ്ചാവ് പോലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പ് വസ്തുക്കൾ, അത് പാപകരമായ വസ്തുക്കൾ, അത് വിൽക്കുന്നത് വേണ്ട എന്നവർ തീരുമാനമെടുത്തു. പിറ്റേ മാസം തന്നെ അവരുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അതിശയകരമായ ഇടപെടലുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 9 മുതൽ വാക്യങ്ങളുടെ പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കുകയാണ്. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടവന്നിട്ടുണ്ടല്ലോ. ഈ നിമിഷങ്ങളിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, അനായാസമായി നേടിയ സമ്പത്ത് പെട്ടെന്ന് ക്ഷയിച്ചു പോകും. സുഭാഷിതം 13:11, അനായാസമായി നേടിയ സമ്പത്ത് പെട്ടെന്ന് ക്ഷയിച്ചു പോകും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 27-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ, അനായാസമായി സമ്പത്തുണ്ടാകാൻ വേണ്ടി ഓടി നടക്കുന്നവൻ, അധ്വാനിക്കാതെ പണം ഉണ്ടാക്കുന്നവൻ ദൈവവചനാനുസൃതമായ ഒരു വഴിയിലൂടെ അല്ല നടക്കുന്നത് എന്ന് തിരുലിഖിതം വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇങ്ങനെ പെട്ടെന്നുള്ള തട്ടിപ്പുകളിലേക്ക് വീണു പോകുന്നത്? മണി ചെയിൻ വഴിയുള്ള പരിപാടികൾ, ചീട്ടുകളി, ചൂതാട്ടം, ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടികളിലേക്ക് ഞാനും നിങ്ങളും വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4:12 പഠിപ്പിക്കുകയാണ്, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക മനസ്സിനെ പെട്ടെന്ന് വ്യതിചലിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതൊരു ദുർബാധയുടെ പീഡയാണ്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ മനസ്സ് നുറുങ്ങി പ്രാർത്ഥിക്കുക. നിങ്ങളിലോ നിങ്ങളുടെ ബന്ധുക്കളിലോ കുടുംബങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ദുർചിന്തകൾക്കോ ദുഷ്പ്രേരണകൾക്കോ വശംവദരായതുണ്ടെങ്കിൽ വചനത്തിന്റെ ശക്തിയാൽ സാത്താന്യ കോട്ടകൾ കരിഞ്ഞ് ചാമ്പലാകുന്ന നിമിഷമാണിത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച്, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വചനത്തിന് അധികാരം ഉപയോഗിച്ച്, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ ദൈവമക്കളിൽ നിന്ന് ഇവരുടെ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, ഇവരിപ്പോൾ ആരുടെ പേര് പറഞ്ഞാണോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, അവരിൽ നിന്ന് കാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുർചിന്തയുടെയും ദുഷ്പ്രേരണയുടെയും വ്യതിചലിപ്പിക്കുന്ന അരൂപികളുടെയും ആധിപത്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രഭാഷകൻ 32:23. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ കുടുംബത്തിലെ ഓരോ കണ്ണുനീരും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഓ ദൈവമേ, കാലങ്ങളായി പ്രാർത്ഥനകളും കൂദാശകളും ഇല്ലാതെ ആത്മാവിൽ തകർന്ന് ജീവിക്കുന്ന ഓരോ ദൈവമക്കളിലേക്ക് ഇടപെടണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, വിശ്വാസം മങ്ങിപ്പോയവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത വിധം തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷ പ്രകൃതി, സാത്താന്യ അടിമത്തങ്ങൾ, ഇവയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ആത്മാക്കളിലേക്കും അഗ്നി അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, മാതാപിതാക്കളോട് മത്സരിക്കുന്ന മക്കൾ, ജീവിത പങ്കാളി, തമ്മിൽ വഴക്കിലും വക്കാണത്തിലും ജീവിത പങ്കാളിമാർ, ഓ ദൈവമേ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശ്രമിച്ച് ജോലി ലഭിക്കാതെ വേദനയോടും നിരാശയോടും കൂടെ കരയുന്ന മക്കളിലേക്ക് അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, പ്രാർത്ഥനകളും വചനങ്ങളും നഷ്ടപ്പെട്ട് എന്തായാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടന്നാൽ മതി, ഈ വിധം ലോക അരൂപിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.